ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ 80. ഇന്ന് നമുക്ക് റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ കുറച്ച് ബേസിക് റൂൾസിലോട്ട് പോകാം. നമുക്ക് റൈറ്റിംഗ് 45 മിനിറ്റ്സ് ആണുള്ളത്. അതിൽ 5 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ വായിക്കാൻ അവർ പ്രത്യേകമായിട്ട് തരും. അതിനുശേഷമുള്ള 40 മിനിറ്റ്സ് ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ആ 5 മിനിറ്റ്സ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാവുള്ളൂ എന്നല്ല, നമ്മൾ ഓരോ നിമിഷവും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വായിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ 5 മിനിറ്റ്സ് നമുക്കവർ വായിക്കാനായിട്ട് തരും. സെക്കൻഡ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ കെയർ ചെയ്ത പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. അതൊരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യരുത്. ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു വിവരങ്ങൾ മാത്രമേ കൊടുക്കാമുള്ളൂ. അതിൽ നിന്നും റിലവൻ്റ് ആയിട്ടുള്ള മാത്രം എഴുതി ഒരു 23 to 25 ലൈൻസിൽ കൂടാതെ എഴുതുക എന്നുള്ളതാണ് അടുത്ത റൂള്. പിന്നെ അത് നോട്ട് ഫോമിലായിരിക്കും കിടക്കുന്നത്. അതിനെ നോട്ട് ഫോം മാറ്റിയിട്ട് കംപ്ലീറ്റ് ഫോം ആക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ റൈറ്റിങ്ങിൻ്റെ റൂൾസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമുക്ക് റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് റൈറ്റിംഗ് ടാസ്ക്കാണ്. കാരണം അവിടെയാണ് നമ്മുടെ റീഡർ ആരാണ്, ഡെസിഗ്നേഷൻ, അതുപോലെ തന്നെ പേഷ്യൻ്റ്, ഈ ഒരു കേസ് നോണാണോ അൺനോണാണോ എന്ന് കിടക്കുന്നതും അവിടെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റിംഗ് ടാസ്ക് ഒന്ന് വായിച്ച് നോക്കാം. റൈറ്റിംഗ് ടാസ്ക് ലാസ്റ്റിലായിരിക്കും കേട്ടോ. യൂസിങ് ദി ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട് സൈറ്റ് എ ലെറ്റർ ടു ദ സോഷ്യൽ വർക്കർക്കാണ് ഈ ലെറ്റർ എഴുതാനായിട്ടുള്ളത്. സാറ മാക്ഡൊണാൾഡ് എന്നുള്ളത് അവരുടെ പേരാണ്. പിന്നെ അടുത്തത് നെക്സ്റ്റ് അന്നേർലി കമ്മ്യൂണിറ്റി സെൻറ്റർ, അത് ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ്. 112 ഇപ്സിച്ച് റോഡ്, അന്നേർലി 4121, ഇതാണ് അഡ്രസ്സ് മൊത്തത്തിൽ വരുന്നത്. എക്സ്പ്ലെയിനിങ് ദ പേഷ്യൻറ്റ് സിറ്റുവേഷൻ ആൻഡ് നീഡ്സ്. ഇതിനകത്ത് നമുക്ക് ഇതൊരു നോൺ കേസ് ആണെന്നുള്ളതൊന്നുമില്ല. സാധാരണ നമ്മളൊരു സോഷ്യൽ വർക്കർക്ക് എഴുതണോണക്ക് തന്നെയുള്ളൂ. അപ്പോൾ നോണാണോ അൺനോണാണോ എന്ന് പിടുത്തം കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ആർക്കാണ് നമ്മൾ എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിനി ഫസ്റ്റ് പേജ് തൊട്ട് വായിക്കാം. നമുക്കൊരു നമ്മുടെ ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഡേറ്റ് വേണം. അത് അഡ്മിറ്റഡ് ആണെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റ് ഉണ്ടാവും, അതാണ് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് ഫസ്റ്റ് പേജിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് കാണാൻ പറ്റുന്നുണ്ട്. സമ്മറിക്കകത്ത് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഡേറ്റ് എടുക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഓരോ ഇൻഫർമേഷൻ കഴിയുമ്പോഴും ഓരോ ലൈൻ വിടണം. അതിനുശേഷം ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ റീഡറുടെ നെയിം ആൻഡ് അഡ്രസ്സാണ്. അപ്പം നമുക്ക് സാറ മാക്ഡൊണാൾഡ്, തൊട്ട് താഴെയിട്ട് കോമ ഇടണ്ട, കാരണം നമ്മൾ താഴെയാണ് എഴുതുന്നത്. സോഷ്യൽ വർക്കർ, തൊട്ട് താഴെ അന്നർലി കമ്മ്യൂണിറ്റി സെൻറ്റർ, അടുത്തതിന് താഴെ 112 ഇപ്സിച്ച് റോഡ്, അന്നർലി 4121, അവിടെ തന്നെ കൊടുത്താൽ മതി. കോമ ഇടണ്ട. 4 ഡിജിറ്റ് നമ്പറിന് നമ്മൾ കോമ യൂസ് ചെയ്യണ്ട. അത് കൊടുത്തു. അപ്പോൾ നമ്മുടെ റീഡറുടെ അഡ്രസ്സ് കിട്ടി. ഇനി ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ റീഡറിനെ ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുവാണ്. അപ്പോൾ സാറ മാക്ഡൊണാൾഡ് എന്നുള്ളത് മാത്രം ഫുൾ നെയിം അഡ്രസ്സിൽ വെച്ചാൽ മതി. അടുത്ത പ്രാവശ്യം നമ്മൾ വിളിക്കുമ്പോൾ ഡിയർ മിസ് മാക്ഡൊണാൾഡ് ലാസ്റ്റ് നെയിമാണ് ഉപയോഗിക്കുക. ഇനി ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ നെയിം ആൻഡ് ഏജാണ് ഏജ്, ഡേറ്റ് ഓഫ് ബർത്താണ് വേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, പേഷ്യൻ്റെ പേര് നോക്കാം. സമ്മറിയിൽ തന്നെ നമുക്ക് കാണാം നെയിം നാസ്രലി ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കിടപ്പുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് 4 ഫെബ്രുവരി 1964 ആണ്. ഇത് രണ്ടും നമുക്ക് അടുത്ത് കൊടുക്കാം. നമ്മുടെ അഡ്രസ് പാർട്ട് കഴിഞ്ഞു. ഇനി ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്കാണ് പോകുന്നത്. ഇൻട്രൊഡക്ഷനാണ് ഒരു റൈറ്റിംഗ് ടാസ്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ ശരിയായി തന്നെ നമുക്ക് 350 നമ്മുടെ ബി സ്കോർ അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇൻട്രൊഡക്ഷനിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രസൻറ്റ് ഡയഗ്നോസിസ് വേണം, അല്ലെങ്കിൽ പ്രസൻറ്റ് റീസൺ ഫോർ ദ വിസിറ്റ്, അല്ലെങ്കിൽ റീസൺ ഫോർ ദ അഡ്മിഷൻ. അത് ചിലപ്പോൾ ഒരു സിംറ്റംസ് ആവാം. ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ ഡയഗ്നോസിസ് ആയിരിക്കും. പിന്നെ പേഷ്യൻ്റ് ഒരു ഫുൾ നെയിം നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഒരു പർപ്പസ് വേണം. ചിലപ്പോൾ റൈറ്റിംഗ് ടാസ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫർദർ കെയർ ആൻഡ് മാനേജ്മെൻറ്റോ, അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെൻറ്റോ, അങ്ങനെ വല്ലതും ഉണ്ടാവും. നെക്സ്റ്റ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പകരം നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്, ഫർദർ കെയർ ആൻഡ് മാനേജ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റ് എന്നാണ് നിങ്ങളുടെ കൂടെയുള്ള കൊടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡയഗ്നോസിസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സമ്മറിയിൽ തന്നെ കിടപ്പുണ്ട്. നാസ്രലിയുടെ ഡയഗ്നോസിസ് MI ആണ്. MI എന്ന് വെച്ചാൽ മയോകാർഡിയൽ ഇൻഫാക്ഷനാണ്. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇന്നായിരിക്കും. നെക്സ്റ്റ് നെയിം ഓഫ് സർജറി കൊടുത്തിട്ടുണ്ട്, CABG. CABGയും ചെയ്തിട്ടുണ്ട്.
CBG എന്നുള്ളത് ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. നെക്സ്റ്റ് സ്പെഷ്യൽ പർപ്പസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നോക്കാം. ഐ എം റൈറ്റിംഗ് ടു റെഫർ, അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് കൊടുക്കാം. അപ്പം ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ നാസർ അലി who has been diagnosed with myocardial infarction. അല്ലെങ്കിൽ നമ്മുടെ സർജറി വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് ഹു അണ്ടർവെൻറ്റ് ആൻ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് കൊടുക്കാം. CBG കൊടുക്കണ്ട, മെഡിക്കൽ ടൈം അല്ലേ, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നമുക്ക് പർപ്പസ് കൊടുക്കാം. പർപ്പസിൽ നമുക്ക് എന്താണ് കൊടുക്കുക? ഹി റിക്വയേഴ്സ് ഫർദർ അസിസ്റ്റൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്ചാർജ് പ്ലാൻ ഉണ്ട് റൈറ്റിംഗ് ടാസ്കിന് നേരെ മേലെ. അതിലെന്തെങ്കിലും ഒരെണ്ണം എടുത്ത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഡിസ്ചാർജ് പ്ലാനിൽ പർട്ടിക്കുലറായിട്ടൊന്നും കൊടുക്കാനുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൊടുക്കണ്ട. സോ ഡിസ്ചാർജ് പ്ലാനിൽ ലാസ്റ്റ് നമുക്ക് അറേഞ്ച് ഫോർ എ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ ടു പ്രൊവൈഡ് എ സപ്പോർട്ട് സർവീസ് ടു ദ ഫാമിലി ടു എൻഷുർ എ സ്മൂത്ത് ട്രാൻസിഷൻ ബാക്ക് ടു നോർമൽ ലൈഫ്. അപ്പോൾ അത് സപ്പോർട്ട് സർവീസ് തന്നെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹി റിക്വയേഴ്സ് സപ്പോർട്ട് സർവീസ് അതിൻ്റെ മാനേജ്മെൻറ്റ് അങ്ങനെ കൊടുത്താൽ മതി. ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി ഇന്നാണ് ഡിസ്ചാർജ് ആവണേ, അതും കൂടെ കൂടി നമുക്കൊന്ന് പറയാം. ഹി ഈസ് ബീയിങ് ഡിസ്ചാർജ് ടുഡേ. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി വേണ്ടത് ബോഡി പാരഗ്രാഫാണ്. ബോഡി പാരഗ്രാഫ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് കാര്യങ്ങൾ. നമ്മുടെ അടുത്ത് പേഷ്യൻറ്റ് ഫസ്റ്റ് ടൈം വന്നു, അഡ്മിറ്റഡ് ആയി, എന്തൊക്കെ സിംറ്റംസ് ആയിരുന്നു, എന്തൊക്കെ വയ്യായികയായിരുന്നു, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തത്, അങ്ങനെയെല്ലാം പറയുന്നതിനെയാണ് നമ്മൾ ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ ടുഡേയ്സ് ഡേറ്റ്, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റ് വെച്ചാണ് നമ്മൾ എഴുതുക. യു ആർ ലൂയിസ് നാക്കത്താനി. അപ്പോൾ ലൂയിസ് നാക്കത്താനി എന്ന് പറയുന്ന ആളാണ് നമ്മൾ എഴുതുന്നയാൾ. അപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സാണ്, കൊറോണറി കെയർ യൂണിറ്റ് ജനറൽ ഹോസ്പിറ്റലിലെ. നാസർ അലി നമ്മുടെ പേഷ്യൻ്റായിരുന്നു, ഡിസ്ചാർജ് ആകാൻ പോവുകയാണ്. സമ്മറിയിൽ നമ്മൾ കണ്ടു നെയിം, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം സമ്മറിയിലുണ്ട്. ഇനി റീസൺ ഫോർ അഡ്മിഷൻ, അതാണ് ഇനി നമ്മൾ ഈ പ്രസൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത്. റീസൺ ഫോർ അഡ്മിഷൻ എന്തൊക്കെയാണ്? പേഷ്യൻറ്റ് അറൈവ്ഡ് അറ്റ് ദ ഹോസ്പിറ്റൽ വയ ആംബുലൻസ് 10 days ago സഫറിങ് ഫ്രം അക്യൂട്ട് സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ റിലേറ്റിംഗ് ടു ലെഫ്റ്റ് ആം. ഹി കംപ്ലൈൻറ്റ് ഓഫ് സിവിയർ ചെസ്റ്റ് പെയിൻ ജോസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഡയഫ്രോസിസ്, ഡിസ്നസ്, ഷോർട്ട്നെസ്, ഇതെല്ലാമുണ്ട്. പേഷ്യൻറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അത് മേലെ നമ്മൾ കണ്ടായിരുന്നു. കണ്ടീഷൻ ഹാസ് നൗ സ്റ്റെബിലൈസ്ഡ് ആണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഹവർ ഹി അപ്പിയേഴ്സ് റെസ്റ്റ്ലെസ് ആൻഡ് വറീഡ് എബൌട്ട് ഹിസ് കണ്ടീഷൻ. എന്നിരുന്നാലും ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹീസ് ഓവർ വെയ്റ്റ് ആൻഡ് ഒരു സ്മോക്കറാണ്. സോ ഓവർ വെയ്റ്റുമാണ്, സ്മോക്കറുമാണ്. ഹി ഹാസ് ഹൈ ബ്ലഡ് പ്രഷർ, നല്ല ബ്ലഡ് പ്രഷറുണ്ട്. ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് അവിടെ താഴെ മെഡിക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സോഷ്യൽ വർക്കർക്കായതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ട്രീറ്റ്മെൻറ്റ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വായിക്കാത്തത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയാൽ മതി. നമുക്ക് സോഷ്യൽ ഹിസ്റ്ററി നോക്കാം. സോഷ്യൽ ഹിസ്റ്ററി: ഫാമിലി ആർ റെഫ്യൂജീസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ അറൈവ്ഡ് ബൈ ബോട്ട് ഇൻ ഓസ്ട്രേലിയ ഇൻ 2012. മറേറ്റർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, മാരീഡാണ്, 7 children ഉണ്ട്, ഏജ്ഡ് 6 months to 22. നെക്സ്റ്റ് ഓഫ് കിൻ ഫാത്തിമ അലി, അതാണ് വൈഫ്. എംപ്ലോയ്മെൻറ്റ് വന്നിട്ട് നാസർ വർക്ക്സ് ആസ് എ ടാക്സി ഡ്രൈവർ. ഫാത്തിമ ഒരു ഹൗസ് വൈഫാണ്. അക്കോമഡേഷൻ ലിവിങ് ഇൻ റെൻ്റൽ ഫ്ലാറ്റാണ്. GPയെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോ ഫാമിലി ഡോക്ടറാണ്. ലാംഗ്വേജ് ദാരിയാണ്. നാസർ അറ്റൻഡ് സ്റ്റാഫ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ബട്ട് ഓൺലി ഹാസ് ബേസിക് ഇംഗ്ലീഷ് കോൺവെർസേഷണൽ എബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുള്ളിയുടെ സോഷ്യൽ ഹിസ്റ്ററി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസ്ചാർജ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് മെയ്ഡ് വിത്ത് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആർ ലങ്, ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻസ് 2 PM 26/2/2012. ആ ഡേറ്റിലാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്. ഓർഡർ മെഡിക്കേഷൻസ് ഫ്രം ഹോസ്പിറ്റൽ ഫാർമസി. എക്സ്പ്ലെയിൻ യൂസേജ് ആൻഡ് സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് മെഡിക്കേഷൻ റെഗുലർലി ആസ് ഡയറക്റ്റഡ്. അറേഞ്ച് ഫോർ ഡയറ്റീഷ്യൻ ടു പ്രൊവൈഡ് ഡയറ്ററി അഡ്വൈസ്. നമുക്ക് ഇതിനകത്തൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരോട് മെഡിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ്, ടേക്കിംഗ് മെഡിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് റെഗുലറായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നതനുസരിച്ച് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ വർക്കർക്ക് എഴുതുമ്പോൾ ആ വിവരം കൊടുക്കാം. ഇപ്പോൾ മെഡിക്കേഷനൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യില്ല, കാരണം സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനല്ല,
നീ എടുക്കണം കേട്ടോ എന്ന് ഒന്ന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് അറേഞ്ച് ഫോർ ഡയറ്റീഷ്യൻ ടു പ്രൊവൈഡ് ഡയറ്ററി അഡ്വൈസ്. അവരെല്ലാം അറേഞ്ച് ചെയ്യേണ്ടത് ഹി ഹാസ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് അല്ലെങ്കിൽ ഹി ഹാസ് റെഫറൽ വിത്ത് ഡയറ്റീഷ്യൻ ടു പ്രൊവൈഡ് ഡയറ്ററി അഡ്വൈസ് ആണ്. ഡിസ്കസ് ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിങ് അപ്പ്, അതും ഡിസ്കസ് ചെയ്യണം. സ്മോക്കിങ്ങും അതുപോലെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യണം സോഷ്യൽ വർക്കർ. ക്വിറ്റ് സ്മോക്കിംഗ് പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് അഡ്വൈസ് പേഷ്യൻ്റ് ടു കണ്ടിന്യൂ വിത്ത് ദ എക്സസൈസ് പ്രോഗ്രാം, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവരോട് അഡ്വൈസ് ചെയ്യാനായിട്ട് കൈൻഡ്ലി അഡ്വൈസ് ടു കണ്ടിന്യൂ വിത്ത് എക്സസൈസ് പ്രോഗ്രാം റെക്കമെൻഡഡ് ബൈ ദ ഹോസ്പിറ്റൽ ഫിസിയോതെറപ്പിസ്റ്റ്, പർട്ടിക്കുലർലി ഡീപ് ബ്രീത്തിങ് എക്സസൈസ് വിത്ത് ട്രിഫലോ. അതാണ് ഉള്ളത്. ഈ എക്സസൈസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഏത് എക്സസൈസാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അറേഞ്ച് ഫോർ എ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ ടു പ്രൊവൈഡ് സപ്പോർട്ട്. ആ സോഷ്യൽ വർക്കർക്കാണ് നമ്മൾ എഴുതുന്നത്, അതുകൊണ്ട് ഇനി അറേഞ്ച് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലെറ്റർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയൊന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതാമെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഐ ആം റൈറ്റിംഗ് ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ നാസർ അലി ഹൂ റിക്വയേഴ്സ് സപ്പോർട്ട് സർവീസ് ടു ദ ഫാമിലി ടു എൻഷുവർ എ സ്മൂത്ത് ട്രാൻസിഷൻ ബാക്ക് ടു നോർമൽ ലൈഫ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഡയഗ്നോസിസ്, അത് CABG എന്നുള്ളതിനെക്കാട്ടിൽ ഇത്തിരി നല്ലത് ഹീ ഈസ് റിക്കവറിങ് ആഫ്റ്റർ ആൻ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെങ്കിലും കൊടുക്കാം. ഇച്ചിരി ബെറ്റർ നമുക്ക് ഒരു സർജറി കൊടുക്കുമായിരിക്കും. മെഡിക്കൽ ടൈം യൂസ് ചെയ്യേണ്ട, സോഷ്യൽ വർക്കറല്ലേ. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ വർക്കറിൻ്റെ എഴുതുമ്പോൾ റീസൺ ഫോർ അഡ്മിഷൻ. എപ്പോഴും നമ്മൾ സോഷ്യൽ വർക്കർക്ക് എഴുതുമ്പോൾ മാത്രം സോഷ്യൽ ഹിസ്റ്ററി പക്ക ആദ്യം കൊടുക്കാനായിട്ട് നോക്കണം, കാരണം സോഷ്യൽ വർക്കർക്ക് അതാണ് വേണ്ടത്. അപ്പോൾ മിസ്റ്റർ അലീസ് ഫാമിലി ആർ റെഫ്യൂജീസ് ഫ്രം അഫ്ഗാനിസ്ഥാനാണ്. ദേ അറൈവ്ഡ് ബൈ ബോട്ട്. ഓരോ വിവരങ്ങളും സോഷ്യൽ ഹിസ്റ്ററിയിലുള്ള ഒരു കുഞ്ഞു പോയിൻ്റ് പോലും വിടാതെ സകലതും കൊടുക്കുക. നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് അതാണ്. തേർഡ് പാരഗ്രാഫ് അവരുടെ അഡ്മിഷൻ വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കരുത്, കാരണം ഡിസ്ചാർജ് പ്ലാൻ നമുക്ക് വലുതാണ്, അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും കൊടുക്കാനില്ല. അപ്പോൾ അവർ ഒരു ചെസ്റ്റ് പെയിനും അങ്ങനെയൊക്കെ ആയിട്ട് വന്നു, അതുപോലെ തന്നെ അത് റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് ആം, ഇതൊന്നും അവർക്ക് ആവശ്യമുള്ള കാര്യമല്ല. സോഷ്യൽ വർക്കർ ഒരു നോൺ മെഡിക്കൽ പ്രൊഫഷണലിസ്റ്റാണ്, ജസ്റ്റ് നമുക്ക് കൊടുത്താൽ മതി. ഡ്യൂറിങ് അഡ്മിഷൻ മൂന്നാമത്തെ പാരഗ്രാഫിൽ മിസ്റ്റർ അലി അണ്ടർവെൻറ്റ് സർജറി പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹി വാസ് ഇനീഷ്യേറ്റഡ് വിത്ത് ഫിസിയോതെറപ്പി, ഹിസ് ബ്ലഡ് പ്രഷർ വാസ് ഹൈ, ഹീസ് ഓവർ വെയ്റ്റ് ആൻഡ് എ സ്മോക്കർ. ഇത്ര കാര്യങ്ങൾ കൊടുത്താൽ മതി. കറൻ്റ്ലി ഹി മേഡ് എ ഗുഡ് പ്രോഗ്രസ്. ഇപ്പോൾ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. മെഡിക്കേഷൻ്റെ കാര്യമൊന്നും സോഷ്യൽ വർക്കർക്ക് കൊടുക്കണ്ട. നെക്സ്റ്റ് നമ്മൾ എല്ലാ പാരഗ്രാഫും കഴിഞ്ഞ് നമുക്ക് റെക്കമെൻഡേഷനിലേക്ക് പോകാം. അതിനകത്ത് ആവശ്യമുള്ളത് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ്. ഇപ്പം നിങ്ങളെങ്ങനെയാണ് എഴുതുന്നത്, വെറും കൈൻഡ്ലി വെച്ച് മാത്രമേ തുടങ്ങുള്ളൂ, അങ്ങനെ തുടങ്ങിക്കൊള്ളുക, കുഴപ്പമില്ല. ചില കുട്ടികൾ ഇൻ വ്യൂ ഓഫ് ദ എബോവ് അത് വെച്ചിട്ട് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് കൊടുക്കാറുണ്ട്, അങ്ങനെയും എഴുതാൻ കുഴപ്പമില്ല. ഏത് ഫോർമാറ്റാണോ യൂസ് ചെയ്യുന്നത്, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയാൽ മതി, OET സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് ആയാലും മതി. സ്ട്രക്ചർ പതുക്കെ മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഫോർമാറ്റ് സെയിം ആണ്, ഫോർമാറ്റ് മാറ്റാതിരുന്നാൽ മതി, സ്ട്രക്ചർ മാറും. ഓരോ സെൻറ്റൻസിനെയും ഓരോ ട്രെയിനർമാർ പഠിപ്പിക്കുമ്പോൾ ആ സ്ട്രക്ചർ മാത്രം ജസ്റ്റ് ഒന്ന് മാറുന്നു മാത്രമേ ഉള്ളൂ. മറ്റേത് ഫോർമാറ്റ് പ്രകാരം റെലവൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ലല്ലോ ജയിക്കുന്നത്, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജയിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്ട്രക്ചർ മാത്രമേ മാറുള്ളൂ, ഫോർമാറ്റ് മാറില്ല. നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് പറയാം, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റ് ഇഫ് യു കുഡ് എക്സ്പ്ലെയിൻ ദ യൂസേജ് ആൻഡ് സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് മെഡിക്കേഷൻ ആൻഡ് എക്സസൈസ് എസ്പെഷ്യലി ഡീപ് ബ്രീത്തിങ് ആൻഡ് വിത്ത് ട്രിഫല്ലോ. ഒറ്റ സെൻറ്റൻസ് നമ്മൾ കൊടുത്തു, കൂടുതലൊന്നും പറയണ്ട, അത്രയും കൊടുത്താൽ മതി. നെക്സ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഹി ഹാസ് റെഫറൽ വിത്ത് ഡയറ്റീഷ്യൻ ടു പ്രൊവൈഡ് ഡയറ്ററി അഡ്വൈസ്, അതും കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് കൈൻഡ്ലി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അഡ്വൈസ് റിഗാർഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിങ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് പ്രൊവൈഡ് അഡ്വൈസ് ഓൺ അവൈലബിൾ ക്വിറ്റ് സ്മോക്കിംഗ് പ്രോഗ്രാംസ്. മൂന്നാമത്തെയാണ് കൊടുക്കുന്നത്, മൂന്നാമത്തെ കൊടുത്തു. നെക്സ്റ്റ് അവരോടൊരു ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇൻഫോം ചെയ്യാം, കാരണം വല്ല അറേഞ്ച്മെൻറ്റ്സ് പോകാനായിട്ടുള്ള എൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വല്ലതും ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നും വേണ്ടിയിട്ടല്ല. അപ്പം നമുക്ക് പ്ലീസ് നോട്ട് ഹി ഹാസ് എ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് മെയ്ഡ് വിത്ത് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആർലൻ ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻസ് അറ്റ് 2 PM ഓൺ 26/2/2012. ഇത്രയും കൂടെ കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താണ് എപ്പോഴും എഴുതുന്നത്, ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിഗാർഡിംഗ് മിസ്റ്റർ നാസർ അലി പ്ലീസ്
ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എന്നോ ഇങ്ങനെയാണോ നിങ്ങൾ എഴുതണം അതുപോലെ തന്നെ കൊടുത്താൽ മതി. ഇനി സിൻസിയർലി ഫെയ്ത്ത്ഫുള്ളി എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആക്കുന്ന കാര്യമാണ്. റീഡറുടെ പേരുണ്ടെങ്കിൽ നമുക്ക് സിൻസിയർലി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സാറ മാക്ഡൊണാൾഡ് എന്നുണ്ട്. ഒരു സോഷ്യൽ വർക്കർ കൊടുത്തിട്ടാണ് പേര് കൊടുത്തേക്കണോണ്ട് പിന്നെ മിസ്സും മിസ്സിസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. അത് റീഡറുടെ നെയിം തന്നെയാണോ എന്ന്. റീഡറുടെ നെയിം തന്നെയാണ്, സാറ മാക്ഡൊണാൾഡ് എന്നാണ്. നമുക്കത് കൊടുക്കാം. എക്സാമിന് കൃത്യമായിട്ട് അവർ ഓരോ ലൈനായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ട് സിൻസിയർലി കൊടുത്തു. നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റിൽ സിൻസിയർലി കഴിഞ്ഞ് ഒരു ലൈൻ വീണ്ടും സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ പേര് ഇതിനകത്ത് തന്നിട്ടുണ്ട്, ലൂയിസ് നാക്കത്താനി. പക്ഷേ മിസ് വെച്ചിട്ട് ലൂയിസ് നാക്കത്താനി എന്ന് കൊടുത്താൽ മതി. പക്ഷേ പേരല്ല ഇമ്പോർട്ടൻറ്റ്, പേരിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡെസിഗ്നേഷനാണ്. സോ നമ്മൾ എന്ത് പോസ്റ്റാണ് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സാണ്. സോ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ മിസ് ലൂയിസ് നാഗത്താനി, തൊട്ട് താഴെ രജിസ്റ്റേർഡ് നേഴ്സ്. എന്താ കൊറോണറി കെയർ യൂണിറ്റിൽ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഫുൾ അഡ്രസ്സ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു ലെറ്റർ നമുക്ക് ഫിനിഷ് ചെയ്തു. സോ ലെറ്റർ ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത മൊഡ്യൂളായി കാണാം. താങ്ക് യു സോ മച്ച്.